ഗൈസ് ആൻഡ് വെൽക്കം ടു അലമാര. ഇന്ന് അഡ്മിഷൻ എടുക്കാൻ വരുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇഗ്നോയുടെ അഡ്മിഷൻ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ്, ഈ അഡ്മിഷനിൽ ഞങ്ങൾക്ക് ഓൺലൈൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാമോ? കാരണം അലമാരയിൽ ഇത്തവണ മാത്രം അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ മോർ ദാൻ 130 അഡ്മിഷൻസ് നിലവിൽ നമുക്ക് കൺഫർമേഷൻ ഇമെയിലുകൾ വന്നിട്ടുണ്ട്. മോർ ദാൻ ഒരു 170 അടുത്ത് നമ്മൾ അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു നമ്പർ ഓഫ് അഡ്മിഷൻ നടക്കുമ്പോൾ എൻക്വയറി വളരെ വലുതായിട്ടാണ് നമുക്ക് വരുന്നത്. ആ എൻക്വയറിയിൽ ഒരു വലിയ ക്വസ്റ്റ്യനാണ് ഓൺലൈൻ. അപ്പോൾ പറഞ്ഞു തരാം, ഇവിടെ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇൻ്റർനെറ്റ് ആക്സസും ലാപ്ടോപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ലേണിംഗ് ഓൺലൈൻ എങ്കിൽ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. മറ്റൊന്നുകൊണ്ടല്ല, ഒരുവിധ മെറ്റീരിയലും സ്റ്റഡി മെറ്റീരിയലും അവരെ യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തരില്ല, കംപ്ലീറ്റ് PDF ആയിരിക്കും. ഈ ഒരു പ്രശ്നം പല വിദ്യാർത്ഥികൾക്കുമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ വിദേശത്ത് പോയിരുന്ന് ഓൺലൈനിൽ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. അത് അങ്ങനെയല്ല എടുക്കുന്നത്. അത് രണ്ട് അഡ്മിഷനാണ്. ഇൻ്റർനാഷണൽ ഡിവിഷനിൽ നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇരുന്ന് ഓൺലൈൻ മോഡിൽ എക്സാം എഴുതാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. പക്ഷേ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസിനും ഉണ്ട്. നിങ്ങൾ അതിൻ്റേതായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൊടുക്കേണ്ടതുണ്ട്. ഒരു സാധാ പ്രോഗ്രാം പോലെയല്ല. ഓൺലൈൻ അഡ്മിഷനിൽ നമ്മൾ IOP പോർട്ടൽ ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ ഓൺലൈൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രാമുകൾ, അതായത് ടോട്ടൽ 44 പ്രോഗ്രാമുകളാണ് ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ MA പ്രോഗ്രാമുകളുണ്ട്. ആ MA പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. MCOM-ഉം MBA-യും ഓൺലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ എടുക്കുമ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻസ് എല്ലാം തന്നെ ഓൺലൈൻ ആയിരിക്കും. LMS പോർട്ടൽ ത്രൂ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ബാച്ചിലർ ഡിഗ്രിയും ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിൽ BTS, പിന്നെ BCA പ്രോഗ്രാം, BCom പ്രോഗ്രാമും അവൈലബിൾ ആണ്. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രണ്ട് പ്രോഗ്രാമിൻ്റെയും അഡ്മിഷൻ എങ്ങനെയാണ്? രണ്ടും ഒരേപോലെയാണ്. ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് January 31 ആണ്. അപ്പം 31-ാം തീയതിയുടെ ഉള്ളിലായിട്ട് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും പ്രോഗ്രാമിലേക്ക് അവർ അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് എടുക്കുന്ന ആരെയും ശ്രദ്ധിക്കുക. ഓൺലൈൻ പ്രോഗ്രാമിൽ ഇൻ്റർനാഷണൽ ഡിവിഷനിലുമുണ്ട്. അപ്പോൾ ഫീസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഏത് രാജ്യത്തു നിന്നാണ് അഡ്മിഷൻ എടുക്കുന്ന ഇൻ്റർനാഷണൽ ആയിട്ട് ആ രാജ്യത്തിലെ കറൻസിക്ക് അനുപാതകമായിട്ടുള്ള ഒരു ഫീസൊക്കെ നമുക്ക് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാം, US$ലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തെ ഫീസാണ് ഈ മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് ഓൺലൈൻ പ്രോഗ്രാമിന്. അതായത് 11,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അത് നോൺ സാർ കൺട്രി ആണെങ്കിൽ $700 വരും. പെർ ഇയർ ആയിട്ടാണ് ഫീസ് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഫീസും, ഈ റിവൈസ്ഡ് ഫീസ് ഉണ്ട്. ഇതിലും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുത്ത് ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫീസ് സ്ട്രക്ചർ നോക്കിയതിന് ശേഷം മാത്രം ഓൺലൈൻ പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുക്കുക. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഓൺലൈൻ പ്രോഗ്രാമിനേക്കാളും നല്ലത്, കാരണം ഇന്ത്യയിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്താലും നിങ്ങൾ എക്സാം എഴുതാനായിട്ട് സെൻറ്ററിൽ തന്നെ പോകണം. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ ഓഫ്ലൈനായിട്ട് എടുക്കുന്നതാണ്. അതപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാനും എളുപ്പമുണ്ട്, നമുക്ക് സെൻറ്ററിൽ പോയിട്ട് എക്സാം ഓപ്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ഓൺലൈൻ എക്സാമുകൾ വളരെ പരിമിതമായിട്ടുള്ള സ്റ്റഡി സെൻറ്ററുകൾ മാത്രമാണ് ഉള്ളത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലായിരിക്കും എഴുതുന്നത്. അപ്പം വളരെ ഫാസ്റ്റായിട്ടുള്ള നമ്മുടെ ഒരു കൈ കൊണ്ടൊക്കെ ടൈപ്പ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം കംപ്ലീറ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അഡ്മിഷൻ ഡെസ്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ത്രൂ നിങ്ങൾക്ക് വരാം. നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി മറ്റ് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒക്കെ ഉള്ളതിനൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് താഴെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ എടുത്തവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ത്രൂ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെൻറ്റ്സ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.